നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നാളെ റെയിൽവേയുടെ NTPC നോട്ടിഫിക്കേഷൻ വരികയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ആശാനിങ് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്താണ്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അടുത്ത ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ CBT 1 എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ ഉടൻ തന്നെ CBT 2 എക്സാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണ്ട് 11,000+ വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇങ്ങ് വരാൻ പോകുന്നത്. നമുക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മാത്രം മതി. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ എക്സാം പ്രോസസ്സ് കഴിയുമ്പോൾ ഏതാണ്ട് 1 വർഷം എടുക്കും. അപ്പോൾ ഈ 1 വർഷത്തിൽ അടുത്ത് വീണ്ടും എന്ത് ചെയ്യാൻ പോവുകയാണ്, വരാൻ പോകുന്ന ആ വേക്കൻസി മൊത്തം ഇതിനകത്ത് ഇങ്ങനെ ആഡ് ആവാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോക്കോ പൈലറ്റൊക്കെ അല്ലേ വേക്കൻസി പിന്നീട് എന്ത് ചെയ്തു, കൂടിയായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ കൂടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അങ്ങോട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി പഠിച്ച് തുടങ്ങിയാൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല, ഇനി അടുത്തുടൻ തന്നെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവൽ പോസ്റ്റുകളായാലും ശരി, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളായാലും ശരി, അതൻ ഗ്രൂപ്പ് ഡി ആയാലും ശരി, ഇവിടെ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ ടെക്നിക്കലിൻ്റെ സിലബസ് എല്ലാത്തിനും ഒരേ സിലബസാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് നോക്കുകയാണെങ്കിലോ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിലോ ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ പോലും സിലബസ് എന്താണ്, സെയിം സിലബസ് ആണ്. അപ്പം ഒരൊറ്റ സിലബസ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്താലും, ഒറ്റ സിലബസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് സെറ്റ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത്രയും പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഏജ് ലിമിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. അതായത് കോവിഡ് കാരണം ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷനും ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റുകളെല്ലാം തന്നെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതാണ്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണെങ്കിലോ +2 ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളാണെങ്കിലോ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഏജ് റിലാക്സേഷൻ ബാക്കിയെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നാളെ തൊട്ടൊന്ന് അപ്ലൈ ചെയ്തേക്കുക. ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും മിസ്സാക്കേണ്ട, പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഫീമെയിൽ ആണെങ്കിലോ അല്ലെങ്കിൽ SC/ST ആണെങ്കിലോ ഒക്കെ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പോൾ കാശ് നോക്കണ്ട, നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ മെയിൽ കാറ്റഗറി ആണെങ്കിൽ 400 രൂപ എന്ത് ചെയ്യും, അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ലിറ്ററലി പറഞ്ഞാൽ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. ഒന്ന് അപ്ലൈ ചെയ്തേക്കുക, മികച്ചൊരു അവസരമാണ്. 5 വർഷത്തിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏതൊക്കെ പോസ്റ്റുകളാണ് ഫസ്റ്റ് വരുന്നത് നോക്കി. നമ്മളിപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അതൊരു ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ്. അത് കഴിഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ, പൊളി ജോലി സ്റ്റേഷൻ മാസ്റ്റർ. ദെൻ അത് കഴിഞ്ഞ ഗുഡ്സ് ട്രെയിൻ മാനേജർ, റണ്ണിങ് പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അലവൻസ് ഒക്കെ ഇതിന് വളരെ കൂടുതലാണ്. പിന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, ദെൻ സീനിയർ അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ്. അങ്ങനെ 5 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ വരാൻ പോകുന്നത്. കണ്ടോ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ +2 ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, രണ്ടാമത്തെ ഇത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, മൂന്നാമത്തെ ഇത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, നാലാമത്തെ ഇത് ട്രെയിൻസ് ക്ലർക്ക്. അങ്ങനെ ഒരു 4 പോസ്റ്റുകൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞു, സെയിം സിലബസ് ആണ്. എങ്ങനെ എക്സാം പാറ്റേൺ വരുന്നത് നിങ്ങൾ നോക്കിയാൽ കാണിച്ചു തരാം. എക്സാം പാറ്റേൺ ഒക്കെ ആയാലും ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇതിന് 4 ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഒന്നാമത്തേത് CBT 1 എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് CBT 2 ആണ്. CBT 1 പാസ് ആവുകയാണെങ്കിൽ CBT 2 എക്സാമിലേക്ക് നമുക്ക് പോവാം. അവിടെ അവസാനം CBT 2 എക്സാമിൻ്റെ മാർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കൗണ്ട് ചെയ്യത്തുള്ളൂ ഫൈനൽ സെലക്ഷൻ വരുമ്പോൾ. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ടൈപ്പിംഗ് സ്കില്ലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് വരും. അപ്പോൾ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റോ ബാക്കിയൊന്നും വേണ്ട, ടൈപ്പിംഗ് പോസ്റ്റുകളാണെങ്കിൽ മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി, ഇതിനകത്ത്
അക്കൗണ്ട്സ് അസിസ്റ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതേപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളില്ലേ, ആ ടൈപ്പിംഗ് സ്കില്ല് വേണ്ട പോസ്റ്റുകൾക്ക് മാത്രമേ ഈ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉള്ളൂ. അതിനും ടൈപ്പിങ്ങിന് നമുക്ക് വേറെ സർട്ടിഫിക്കറ്റോ ബാക്കി ഒന്നും വേണ്ട, സ്കില്ല് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ CBT 1ൻ്റെ ദെൻ അത് കഴിഞ്ഞ് CBT 2, ദെൻ അത് കഴിഞ്ഞ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ മെഡിക്കൽ, ഇത്രയും മാത്രമേ എന്ത് വരുന്നുള്ളൂ, സെലക്ഷൻ പ്രോസസ്സായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സിലബസ് നിങ്ങൾ നോക്കുക, എക്സാം പാറ്റേൺ ഒന്ന് നോക്കുക. എങ്ങനെ എക്സാം പാറ്റേൺ വരുന്നത്? ഫസ്റ്റ് നമ്മൾ CBT 1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ CBT 1 വന്നിട്ട് മാത്സ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്, 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. അടുത്ത ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. നെഗറ്റീവ് ആണെങ്കിലോ PSC പരീക്ഷ പോലെ തന്നെ 0.33 മാർക്ക് അങ്ങ് പോയി കിട്ടും. ഇതാണ് CBT 1ൻ്റെ സിലബസ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ വരുന്നത്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് CBT 2ലേക്ക് നമ്മൾ പോകുമ്പോൾ സെയിം സാധനം ഒന്ന് ആലോചിച്ച് നോക്കി. CBT 1 ആയാലും CBT 2 ആയാലും ഒരേ സിലബസ് ആണ്. ഒറ്റ സിലബസ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 എക്സാം നമുക്ക് എഴുതാം. ഇവിടെ CBT 2ലേക്ക് വരുമ്പോൾ മാത്സ് വന്നിട്ട് 35 മാർക്കാണ്. CBT 1ന് 30 മാർക്കായിരുന്നു, ഇവിടെ 35 മാർക്ക്. 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. റീസണിങ് ആണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. അത് കഴിഞ്ഞ് GK ആണെങ്കിലോ 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ടോട്ടൽ 120 മാർക്കിനാണ് എക്സാം വരുന്നത്. 1.5 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം. ഇപ്പോൾ ഇവിടെ CBT 1നും CBT 2നും ഒരേ എക്സാമിൻ്റെ സമയമാണ് വരുന്നത് 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ്. അവസാന സെലക്ഷന് ഏത് മാർക്ക് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ, CBT 2ൻ്റെ മാർക്ക് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണ്, ഓക്കെ അല്ലേ? അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ 3 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? മാത്സ്, റീസണിങ്, പിന്നെ GK. ഓക്കെ, നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് GK നോക്കാം. സോ ജനറൽ അവയർനെസ്സിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന്, ആർട്സ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. അതിനകത്ത് ഫേമസ് മോണുമെൻറ്റ്സ് ഒക്കെ വരാം, ഓരോരോ സ്ഥാനങ്ങളൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു അതൊക്കെ വരാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത കറണ്ട് അഫയേഴ്സ്, ഇപ്പോൾ നടക്കുന്ന കറണ്ട് അഫയേഴ്സ്, പിന്നെ മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ. അടുത്ത സ്പോർട്സ് വരും, ഗെയിംസ് ആൻഡ് സ്പോർട്സ്, പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ. അടുത്ത ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ. അത് കഴിഞ്ഞ് ഫിസിക്കൽ ജോഗ്രഫി. അത് കഴിഞ്ഞടുത്ത് ഫിസിക്കൽ ജോഗ്രഫി. നെക്സ്റ്റ് അടുത്ത സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇതൊക്കെ നിങ്ങൾ സർഫസിൽ നിന്ന് മാത്രം പോയാൽ മതി, അല്ലാതെ ഒരിക്കലും ഡീപ്പായിട്ടൊന്നും ഇറങ്ങി പോകണ്ട. ജസ്റ്റ് സർഫസിൽ നിന്ന് മാത്രമേ എന്ത് വരത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, പിന്നെ UN ആൻഡ് അതർ ഇമ്പോർട്ടൻ്റ് വേൾഡ് ഓർഗനൈസേഷൻ. അടുത്ത എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ മുമ്പ് നടന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏതാണ് അപ്പിക്കോ മൂവ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻറ്റ്, ജംഗിൾ ബച്ചാവോ ആന്തോളൻ, വൻ മഹോത്സവ്, പിന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഇപ്പം നടന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത് വരാം. പിന്നെ ITയുടെ ബേസിക്സ് വരുന്നുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് കോമൺ അബ്രിവേഷൻ, പിന്നെ ഇന്ത്യൻ എക്കണോമി, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ഫേമസ് പേഴ്സണാലിറ്റീസ്, ഫ്ലോറ ആൻഡ് ഫൗണ ഇൻ ഇന്ത്യ, നമ്മുടെ നാഷണൽ പാർക്ക്, ഫോറസ്റ്റ് ബോഡീസ് ഒക്കെ വരുന്ന ആ സാധനം. ഞാൻ അത് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പായ പ്രോഗ്രാംസ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മുടെ റീസണിങ്ങിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അനലോഗീസ് ആണ് ഒന്ന്. അത് കഴിഞ്ഞ് ഡീകോഡിംഗ് ആണ്, പിന്നെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിങ്, ജംബ്ലിംഗ്, ദെൻ പസിൽ, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്. അത് കഴിഞ്ഞടുത്ത് കംപ്ലീഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്സ്, സിലോജിസം, വെൻ ഡയഗ്രാം, ഡേറ്റ സഫിഷ്യൻസി. അത് കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ, മാപ്സ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ്, പിന്നെ അത് കഴിഞ്ഞ് ഗ്രാഫൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയാണ് ഏതിനകത്ത് വരുന്നത്, നമ്മുടെ റീസണിങ്ങിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് മാത്സിലേക്ക് വരുമ്പോൾ മാത്സിന് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് ബോഡ്മാസ് റൂൾ വരാം, പിന്നെ അടുത്ത ഫ്രാക്ഷൻസ്, അപ്രോക്സിമേറ്റ് വാല്യൂസ്, സഡ്സ് ആൻഡ് ഇൻഡിസസ്, പ്രോബ്ലംസ് ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പലിശ കൂട്ടുപലിശ. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്സ്, പിന്നെ കാൽക്കുലേഷൻ ഓൺ ബേസിക് പെർസെൻറ്റേജ് പ്രോബ്ലംസ്. ദെൻ അത് കഴിഞ്ഞ് പ്രോബ്ലംസ് ഓൺ സിമ്പിൾ റേഷ്യോസ്. അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് വൺ പ്രോബ്ലംസ് ഓൺ കോമ്പൗണ്ട് റേഷ്യോ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻസ്, ദെൻ പ്രോബ്ലംസ് ഓൺ ആവറേജ്, പ്രോബ്ലംസ് ഓൺ റിലേറ്റീവ് സ്പീഡ്, പ്രോബ്ലംസ് ഓൺ ബോട്ട് ആൻഡ് ട്രെയിൻ, ദെൻ ബേസിക് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. നെക്സ്റ്റ് അടുത്ത് ബേസിക് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, ദെൻ പ്രോബ്ലംസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസസ്, പിന്നെ ഡിസോണേഴ്സ് ആൻഡ് സക്സസീവ് ഡീലിങ്സ്,
പാർട്ട്ണർഷിപ്പ്, ഫൈൻഡിങ് മിസ്സിംഗ് റോങ് ടേം, പിന്നെ പ്രോബ്ലംസ് ഓൺ പ്ലെയിൻ ഫിഗേഴ്സ്, സ്ക്വയർ, റെക്ടാങ്കിൾ, സർക്കിൾ എക്സെട്ര, പ്രോബ്ലംസ് ഓൺ വർക്ക് എഫിഷ്യൻസി, വേജസ്, പിന്നെ പൈപ്പ്. അത് കഴിഞ്ഞാൽ മേക്ക് എ മിക്സർ ഫ്രം 2 or more എൻട്രീസ്, ഇപ്പോൾ വെള്ളവും പാലും തമ്മിൽ കൂട്ടിച്ചേർത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ആ സെയിം സാധനം. അത് കഴിഞ്ഞെടുത്ത ഡെസിമൽസ്, പിന്നെ ട്രിഗണോമെട്രി. ഇത്രയുമാണ് മാത്സിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് റെഫറൻസിന് എടുക്കുന്നത് ഇതിന് മുമ്പ് റെയിൽവേ എക്സാം നടന്നത് 2019 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫറൻസിന് എടുക്കാം. അല്ലെങ്കിൽ SSCയുടെ CHSL, CGL ആ റേഞ്ച് ക്വസ്റ്റ്യനൊക്കെ അല്ലേ, GK പാർട്ടിൻ്റെ മാത്സിനൊക്കെ നമുക്ക് അത് റെഫറൻസിന് എടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് വരുന്നത്. അപ്പോൾ GK നിങ്ങൾ പഠിക്കുമ്പോൾ സർഫസിൽ നിന്ന് മാത്രം പഠിക്കാം. പ്രധാന ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഞാനിപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു പാടുമില്ല, അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കാര്യം GK ഒക്കെ അവരുടെ കയ്യിൽ തന്നെ ഇൻഡെപ്ത് ആയിട്ട് കാണും അല്ലേ. PSCക്ക് GK അത്യാവശ്യം നന്നായിട്ട് വേണം. അപ്പോൾ GK അവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും. ബാക്കി ആരെക്കാലം നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? GK പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ മാത്സും റീസണിങ്ങും മാത്രം നിങ്ങളുടെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയാൽ മതി. അത് ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് PSC എക്സാംസിനും എന്താണ് വളരെ പ്രയോജനകരമാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും. അപ്പോൾ വലിയൊരു വേക്കൻസിയുമായിട്ട് വരുന്നു. വളരെ മികച്ച സാലറി മാത്രമല്ല, അലവൻസും ബാക്കിയെല്ലാം കൂടുതലാണ്. ഒരു നല്ലൊരു പോസ്റ്റുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് ആയിട്ട് പറയാനുള്ളത്. പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് കൊണ്ടുപോവുക. ഒരു ദിവസം 5 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി. 5 മണിക്കൂർ ഓക്കെ, മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും പഠിക്കുക. സ്റ്റാർട്ടിങ് 3 ആക്കുക, പിന്നീട് 4, 5 ആക്കി അങ്ങ് മേളിലേക്ക് അങ്ങ് ഉയർത്തുക. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ മത്സരിക്കുന്ന ആരോട് തന്നെയാണ്? മനുഷ്യരോട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് വർക്ക് ചെയ്താൽ, ഒരു എഫേർട്ട് കൊടുത്താൽ ആരെക്കാലം മുന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരാം, ജോലി ഉറപ്പിക്കാം. സോ ഇപ്പോൾ ഓണത്തിന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അടുത്ത ഓണമൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ഉറപ്പ് കാണും, ഞാൻ റെയിൽവേ എക്സാം സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പായിട്ടും സെലക്ഷൻ കിട്ടിയിരിക്കും. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്ത ഓണം ആഘോഷിക്കാം. അപ്പോൾ അടുത്തൊരു സെഷനിൽ കാണാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഓൾ.